എങ്ങനെ പറയുന്നുണ്ട്? പടം കൊള്ളാം. തങ്കച്ചി പാസും തായ് പാസും ഒന്നും ഇല്ലാത്ത നല്ലൊരു ഡീസന്റ്. അജിത്തിന്റെ ഇതുപോലുള്ള സിനിമയാണ് കാണാൻ ആഗ്രഹം. ഇതിനു മുമ്പുള്ള പടം വെച്ച് നോക്കുമ്പോ ഏറ്റവും ബെറ്റർ ഇതാണ്. പിന്നെന്ത് സംശയം, ഇതിനു മുമ്പ് ഇറങ്ങിയ എല്ലാം ആവശ്യത്തിന് ഇങ്ങനെ ഭയങ്കര ഷോ ആയിട്ടാണ് തോന്നിയത്. ആക്ഷൻ സീൻസ് ഒക്കെ അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ സെറ്റാണ്. മൊത്തത്തിൽ കൊള്ളാം. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്ററിനാണ് എനിക്ക്. സോങ് എങ്ങനെ? സോങ് എല്ലാം കൊള്ളാം. BGM ഒക്കെ സൂപ്പർ. എല്ലാം കൊള്ളാം. നിങ്ങൾ പറയുന്നുണ്ട്? കുഴപ്പമില്ല, ആക്ഷനൊക്കെ രസമുണ്ട്. ഈ പറഞ്ഞ പോലെ എന്തോ എവിടെ മിസ്സായ പോലെ എനിക്ക് തോന്നുന്നില്ല. അജിത്ത് രസമുണ്ട്. ലാംഗ്വേജ് പ്രോബ്ലം ആണ്. ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്, ശരിക്കും. ലാംഗ്വേജ് അവർ എഴുതി കാണിക്കുന്നത് തമിഴിലാണ് ഫുള്ള്. ഇംഗ്ലീഷിലായാലും കുഴപ്പമില്ല. ഇംഗ്ലീഷിലായാലും കുഴപ്പമില്ല. ഇംഗ്ലീഷിലെങ്കിലും എഴുതി കാണിക്കും അവര്. തമിഴ് പടം എടുത്തിട്ട് ഒരു അജിത്തിനെ ഒക്കെ വെച്ചൊരു പടം എടുക്കുമല്ലോ. അപ്പൊ എല്ലാരും കാണുന്ന ഒരു പടമല്ലേ. കേരളത്തിൽ മാത്രമല്ല ഒരുപാട് സ്ഥലത്തോട്ട് പോകുന്ന പടമല്ലേ. അപ്പൊ അത് ഇംഗ്ലീഷിനോട് കൊടുക്കാന്നുള്ളത് കൺസിഡർ ചെയ്യായിരുന്നു. തമിഴ് മാത്രമായി പോയി. അതൊരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അവരെല്ലാം തമിഴ് എഴുതി കാണിച്ചു. ഇംഗ്ലീഷ് ഒന്നുമില്ല. അത് കുറെ എന്തൊക്കെയോ കാണിച്ച്. പക്ഷെ ക്വാളിറ്റി ഇപ്പോഴത്തെ കേസിൽ അതൊന്നും വിഷയമില്ല. പക്ഷെ ഇവിടെ എന്തോ BGM ഒക്കെ ഉണ്ട്. BGM കൊള്ളാം. പക്ഷെ അനിരുദ്ധിന്റെ ടോപ്പ് വെച്ചൊന്നും പറയാനില്ല. പാട്ടെല്ലാം കൊള്ളാം. കുഴപ്പമില്ല. എനിക്കൊരു അപ്പോ ആവറേജിന്റെ അത്രയൊക്കെ തോന്നിയുള്ളൂ. കിഡിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റേ അഡ്രിനാലിൻ റഷ് ഒന്നും എനിക്ക് അത്ര തോന്നില്ല. കുഴപ്പമില്ല. അജിത്തിന്റെ മറ്റേ ലാസ്റ്റ് ഇറങ്ങിയ കുറെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് കൊള്ളാം. ഈ പറഞ്ഞ പോലെ ലാംഗ്വേജിന്റെ സബ്ടൈറ്റിൽ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഷോ. എക്സാക്ട് സീനിന്റെ ഇമ്പാക്ട് കിട്ടിയില്ല എന്നുള്ള ഒരു പ്രശ്നം. പക്ഷെ കഥ നമുക്ക് മനസ്സിലാവും, കണ്ടിരിക്കുമ്പോൾ കഥ മനസ്സിലാവും. പിന്നെ ആക്ഷൻ സീക്വൻസ് നല്ല ഹോളിവുഡ് ലെവലിലാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഒരു കൊമേഴ്ഷ്യൽ പടം അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ല. മേക്കിംഗ് ക്വാളിറ്റി പടം നല്ല രീതിക്ക് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ആൾക്കാർ വർക്ക് ചെയ്തിട്ടുണ്ട്. BGM നൈസാണ്. പക്ഷെ അനിരുദ്ധിന്റെ നമ്മള് കാണുന്ന അനിരുദ്ധിന്റെ അല്ല, ഈ പറഞ്ഞ പോലെ പടത്തിന് പറ്റിയ സാധനമാണ് അനിരുദ്ധൻ ചെയ്തു വെച്ചേക്കുന്നത്. പക്ഷെ അങ്ങനെയാണ് പടം. അടിപൊളിയാണ്. മേക്കിംഗ് അടിപൊളിയായിരുന്നു. മേക്കിംഗ് ഉള്ളായിരുന്നു. എല്ലാ ഗ്രേഡിങ് ഉൾപ്പെടെ എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷെ ഈ പറഞ്ഞ സ്റ്റോറി കുറച്ചുകൂടി ബെറ്റർ ആവായിരുന്നു. അതാ പറഞ്ഞത്, ഒരു തുടക്കം ഫസ്റ്റ് ഹാഫ് കൊണ്ടുപോയി പ്രോസസ് ചെയ്ത് സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേക്കും കുറച്ചുകൂടി ഗ്രിപ്പ് കൊണ്ടുപോയി ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. ആക്ഷൻ നൈസായിരുന്നു. ആക്ഷൻ നൈസായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ മേക്കിംഗ് വൈസ് നൈസാണ്. പക്ഷെ സ്ക്രിപ്റ്റിന്റെ കുറച്ച് വീക്ക്നെസ്. സ്ലോ എന്നല്ല, എന്തോ ഒരു ഗ്രിപ്പ്നെസ് കിട്ടുന്നില്ല. അതും സബ്ടൈറ്റിലൊക്കെ ആയിരുന്നു. കേരളത്തിൽ ഇറക്കുന്ന വാക്ക് എന്നാലും തമിഴ് സബ്ടൈറ്റിൽ വെച്ച് നമുക്ക് എങ്ങനെ മനസ്സിലാവാന്നുള്ളത് അങ്ങനത്തെ ഒരു ഇത് വന്നു. അത് ഭയങ്കര ഷോക്കായിരുന്നു. ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ ഇങ്ങനെ മിനിമം ഉണ്ടായിരുന്നേ കുഴപ്പമില്ലായിരുന്നു. എന്ത് ഭാഷ അതെന്ത് മനസ്സിലാവും, ഒന്നും മനസ്സിലാവില്ല. വെറുതെ നോക്കിക്കൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ. ആക്ഷൻ പരിപാടിയൊക്കെ ആക്ഷൻ അജിത്തിൻ്റെതായിട്ടുള്ള ഒരു അടിച്ചുപൊളി ആയതൊന്നുമില്ല. ഫാമിലി ആയിട്ട് കാണാനുണ്ടാവും പറ്റുന്ന മേക്കിംഗ് ഒക്കെ നല്ല. സബ്ടൈറ്റിൽസ് ബുദ്ധിമുട്ടോ? വലിയ ഗുമ്മായിട്ട് എനിക്ക് തോന്നിയില്ല. കുഴപ്പമില്ല. പാട്ട് കുഴപ്പമില്ല. ഇമോഷൻസ് ഒക്കെ ഇമോഷൻ നല്ലതാണ്. ഹോളിവുഡ് സ്റ്റൈലിൽ നല്ല സൂപ്പറാണ്. സബ്ടൈറ്റിൽസിൽ വളരെ വലിയ ട്വിസ്റ്റ് ഒന്നുമില്ല. നല്ല പടം ആണ്. ക്ലൈമാക്സ് ഒക്കെ കുഴപ്പമില്ല. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് തോന്നി. എന്തോ ലാംഗ്വേജ് പ്രോബ്ലം ഉണ്ട്. ഒന്നും മനസ്സിലാത്തില്ല. ലാംഗ്വേജ് പ്രോബ്ലം വല്ല ഉണ്ട്? തമിഴിന്റെ ഒന്നും കുഴപ്പമില്ല. വേറൊരു അവിടുത്തെ ലാംഗ്വേജ് ചെറിയ വിഷയം. ആക്ഷനൊക്കെ ഉണ്ട്. അജിത്തിന്റെ ഇതിനു മുമ്പുള്ള പടം വെച്ച് നോക്കുമ്പോ ബെറ്റർ ആണ്. കുഴപ്പമില്ല. ക്ലൈമാക്സ് ഒക്കെ സൂപ്പർ. BGM ഒക്കെ മ്യൂസിക് ഒക്കെ BGM അനിരുദ്ധിന്റെ മ്യൂസിക് ആണ്. BGM എപ്പോഴും അനിരുദ്ധ് ആയതുകൊണ്ട് അടിപൊളിയായിരുന്നു. പടം നല്ല എൻജോയ്മെന്റ് ചെയ്ത പടം. കുഴപ്പമില്ല.